അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A 2.6 meter long rod leans against a wall. Its foot 1 meter from the wall. When the foot is moved a little away from the wall, its upper end slides the same length down. How much further is the foot moved? അതായത് 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുമരിൽ വെച്ചിട്ടുണ്ട്. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്നും അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത്? അതായത് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചുവപ്പ് ലൈനിൽ കാണുന്നതാണ് നമ്മുടെ റോഡ് കേട്ടോ. അതായത് ചുമരിനോട് ചാരി വെച്ചിട്ടുള്ള റോഡ്, അല്ലെങ്കിൽ കമ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ കമ്പ് ഇവിടെ ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെയാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. PQ = 1 മീറ്റർ. QY എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് ആ കമ്പ് മുമ്പോട്ട് നീക്കിയത്. അത് A ലെങ്ത് ആയിട്ട് എടുത്തു, A സെന്റിമീറ്റർ അല്ലെങ്കിൽ A മീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ അത് മുമ്പോട്ട് നീക്കിയപ്പോ അത്ര തന്നെ എന്തും വന്നു, മുകളറ്റവും താഴോട്ട് വന്നു. ഓക്കെ, താഴ്ഭാഗം എത്രയാണോ നീക്കിയത് അത്ര തന്നെ മുകളറ്റവും എന്ത് ചെയ്യൂ, താഴോട്ട് വന്നു. ഒരു കമ്പ് ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട്, താഴ്ഭാഗം മുമ്പോട്ട് കുറച്ച് നീക്കിയപ്പോ അത്ര തന്നെ എന്ത് ചെയ്തു, താഴോട്ടും വന്നു. ഓക്കെ, ഭിത്തിയിൽ നിന്നും കമ്പിലേക്കുള്ള അകലം ആദ്യം 1 മീറ്റർ ആയിരുന്നു, പിന്നെ ഒരു A മീറ്റർ കൂടി കൂടും, കാരണം A മീറ്റർ നമ്മൾ മുമ്പോട്ട് നീക്കിയല്ലോ, നീക്കി. ഇനി PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ ആദ്യം ഈ കമ്പ് നീക്കുന്നതിന് മുമ്പുള്ള ട്രയാങ്കിൾ PQR. അതിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും h² = a² + b². ദെൻ a² എന്ന് പറഞ്ഞാൽ h² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അത് കമ്പാണ്. കമ്പിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 2.6 ആണ്. അപ്പൊ 2.6² ബേസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 1 ആണ്. ഈ ലെങ്ത് ആണ് നമുക്ക് തരാത്തത്. RP എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് നമുക്ക് തരാത്തത്. അതിനെ b² ആയിട്ട് തന്നെ എടുത്തു. ദെൻ 2.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.76 വരും. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ ആ 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി 6.76 എന്ന് 1 കുറച്ചാൽ 5.76 കിട്ടും. ഇതിൽ നമുക്ക് b കണ്ടുപിടിക്കാം. √5.76 √b = 2.4 കിട്ടും. അപ്പൊ RPയുടെ വാല്യൂ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.4 ആണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയ ട്രയാങ്കിൾ എടുക്കാം. അതായത് നമ്മളുടെ ആ കമ്പ് നീക്കി വെച്ചിട്ട് വരുന്ന XPY. ഓക്കെ, RX എന്ന് പറയുന്നത് A ആണ്. നമ്മൾ എത്രയാണോ മുമ്പോട്ട് നീങ്ങിയത് അത്ര തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ടും നീങ്ങിയിട്ടുണ്ട്. ഇനി PY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇത് വരെ നീളം. നമ്മൾ വേറെ ട്രയാങ്കിൾ എടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ PY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + A എന്ന് വരും. അതായത് PQ 1 ആണ്, QY A ആണ്. അപ്പൊ PY എന്തായിരിക്കും, 1 + A ആയിരിക്കും. അതേപോലെ തന്നെ ആ PX എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 2.4 ആണ്. അതിൽ നിന്ന് A ലെങ്ത് താഴോട്ട് വന്നിക്കാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ 2.4 - A എന്ന് വരും. ഇവിടെ എങ്ങനെയാ -A വന്നെന്ന് മനസ്സിലായില്ലേ? ഇത് താഴോട്ട് വന്നിക്കാണ്. അതായത് 2.4 ന്ന് A ലെങ്ത് താഴോട്ട് വന്നിക്കാണ്. അപ്പൊ അത്ര എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ 2.4 - A എന്ന് കിട്ടും. ഇനി കൺസിഡർ ട്രയാങ്കിൾ PXY. ഞാൻ പറഞ്ഞു നമ്മളെ കമ്പ് താഴോട്ട് ഇറങ്ങി വെച്ചിട്ട് വരുന്ന ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം നമ്മൾ. ഓക്കെ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. h² = a² + b². അവിടെ h-ന് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം കമ്പിന്റെ നീളത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. കമ്പ് എന്ത് തന്നെയാണ്, 2.6 തന്നെയാണ്. അപ്പൊ h 2.6 തന്നെ വരും. a² എന്ന് പറയുമ്പോൾ 2.4 - A. ഇവിടെ നമ്മൾ എഴുതി വെച്ചിരുന്നു RPയുടെ വാല്യൂ 2.4 - A ന്റെ സ്ക്വയർ വരും. ദെൻ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PY എന്ത് വരും, 1 + A² എന്ന് വരും. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6.76 = 2.6ന്റെ സ്ക്വയർ. ഇതിനെ A - B² എക്സ്പാൻഡ് ചെയ്യണം. എന്താണ് A - B²? A² - 2AB, അഥവാ -2 × A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് B². അപ്പൊ A². ഓക്കെ, പ്ലസ് വീണ്ടും 1 + A² എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാ, A + B² ആണ്. അപ്പൊ A² പ്ലസ് 2AB. അപ്പൊ 2 × 1 × A, ബിയുടെ വാല്യൂ A ആണല്ലോ, പ്ലസ് B². B എന്ന് പറഞ്ഞ A ആണ്. അപ്പൊ A². ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് വരാം. 6.76 അതേപോലെ തന്നെ എഴുതി. ദെൻ 2.4ന്റെ സ്ക്വയർ എടുത്തു, 5.76 എന്ന് കിട്ടി.
then മൈനസ് ഇട്ടു 2 into 2.4 4.8 കിട്ടും, എന്താ 8a എന്ന് കിട്ടും. പിന്നെ ഒരു a സ്ക്വയർ ഉണ്ട്, then 1 ന്റെ സ്ക്വയർ 1 കിട്ടും, 2 into 1 into a എന്ന് പറഞ്ഞാൽ 2a plus a സ്ക്വയർ എന്ന് കിട്ടും. ഒന്നുകൂടി 6.6 equal to 5.76 ന്റെ കൂടെ ഈ 1 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.76 കിട്ടും. പിന്നെ ഇവിടെ ഒരു മൈനസ് 4.8a ഉണ്ട് പ്ലസ് 2a ഉണ്ട്. അതായത് ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പൊ 4.8 എന്ന് 2 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യണം. അപ്പൊ 4.8 എന്ന് 2 പോയാൽ 2.8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4.8 എന്ന് 2 പോയാൽ 2.8, വലുത് നെഗറ്റീവ് ആണ്, അപ്പൊ ആൻസർ നെഗറ്റീവ്. ഇവിടെ ഒരു a സ്ക്വയർ, ഇവിടെ ഒരു a സ്ക്വയർ, അപ്പൊ മൊത്തം 2a സ്ക്വയർ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ 6.76 പുറത്തോട്ട് കൊണ്ടുപോയി, അപ്പൊ അത് മൈനസ് ആയി. ദെൻ 2a സ്ക്വയർ, a സ്ക്വയർ ആദ്യം എഴുതി, ദെൻ മൈനസ് 2.8. അതിൽ നിന്ന് അത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് 2a സ്ക്വയർ മൈനസ് 2.8a ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് രണ്ടൊന്നും ഒരു a നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. രണ്ടിലും a കോമൺ ആണല്ലോ. 2a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into a എന്നാണ്. അപ്പോ രണ്ടൊന്നും ഒരു a നെ പുറത്തെടുത്തു. a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a into എവിടെ? a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into a എന്നാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു a നെയും ഇവിടെ ഉള്ള ഒരു a നെയും പുറത്തെടുത്തു. അപ്പൊ ഒരു a ആണ് പോയിട്ടുള്ളത്, ബാക്കി എന്തുണ്ട്? ഒരു 2 ഉണ്ട്, ഒരു a ഉണ്ട്. മൈനസ് ഇട്ടു, പിന്നെ ഇവിടുന്ന് 2.8 എന്ന് a പോയി, ബാക്കി എന്തുണ്ട്? 2.8 ഈക്വൽ ടു 0. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ചാൻസസ് ആണുള്ളത്. ഒന്നെങ്കിൽ a ഈക്വൽ ടു 0 ആകും, അല്ലെങ്കിൽ 2a മൈനസ് 2.8 ഈക്വൽ ടു എന്താവും? 0 ആവും. ഓക്കെ, അപ്പോ 2a മൈനസ് 2.8 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അതിൽ നിന്ന് 2a ഈക്വൽ ടു 2.8 എന്ന് കിട്ടും. അതിൽ നിന്ന് a ഈക്വൽ ടു 2.8/2 എന്ന് കിട്ടും, അഥവാ a ഈക്വൽ ടു 1.4. അപ്പൊ എത്ര മീറ്റർ ആണ് നീക്കിയത്? 1.4 മീറ്റർ ആണ് നീക്കിയത്. എത്ര മീറ്റർ ആണ് താഴോട്ട് നീക്കിയത്? 1.4 മീറ്റർ ആണ് താഴോട്ട് നീക്കിയത്. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? രണ്ട് ട്രയാങ്കിൾ ഉണ്ടായിരുന്ന രണ്ട് ട്രയാങ്കിളും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തിയത്. ഓക്കെ, the road 1.4 meter moved. കമ്പ് 1.4 മീറ്റർ നീങ്ങി.